ഹലോ ഗായ്സ്, ഇതാണ് എൻ്റെ തറവാട് വീട്. ഇന്ന് ഞാനും എൻ്റെ അമ്മയും എൻ്റെ അനിയനും എൻ്റെ അച്ഛനും കൂടി ഈ തറവാട് വീട്ടിൽ കശുവണ്ടി ചൂടാൻ വന്നതാണ്. കണ്ടില്ലേ, ഇതാണ് ഞങ്ങളെ പഴയ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ അടുപ്പ്. നല്ല രസമില്ലേ? ഞാൻ അവിടെ നിന്ന് കുറച്ച് ഓലക്കണ്ണി എടുത്ത് കത്തിച്ചു നോക്കി. കത്തിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ കത്തിച്ച് തന്നു. പിന്നെ ഞങ്ങളത് അടുപ്പിൽ വെച്ചു. അമ്മ അത് കത്തിച്ച് വേറെ ഓലക്കണ്ണിയിൽ കത്തിച്ച് ഇതിലിട്ടു. കുറേ വട്ടം ഞങ്ങൾ കത്തിച്ചപ്പോൾ അത് നല്ലപോലെ കത്തി. ഞാൻ കശുവണ്ടി 1, 2, 3 എണ്ണിയിട്ടു. കണ്ടോ, നല്ല മണം വരുന്നുണ്ട്. തീ നല്ലവണ്ണം കത്തി. അങ്ങനെ തീ കത്തി കഴിയാനായപ്പോൾ ഞങ്ങൾ കശുവണ്ടി ഓരോന്നായി എടുത്തു. ഞങ്ങൾ വീണ്ടും കത്തിച്ചു. പിന്നെ ഞങ്ങൾ വീണ്ടും കുറേ ചുട്ട് എടുത്തു. നല്ല മണമായിരുന്നു. ഇത് നല്ല കരിഞ്ഞിട്ടുള്ളതാണ്. ഒരു വടി കൊണ്ടാണ് ഞങ്ങൾ കശുവണ്ടി ഇങ്ങനെ തോണ്ടിയെടുത്തത്. കണ്ടോ, നല്ല തീ കത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ തീ കെടാനായ നേരത്ത് ഞാനും എൻ്റെ അമ്മയും കൂടി ഒരു കൊള്ളിയ കൊണ്ട് കശുവണ്ടി പുറത്തെടുത്തു. നല്ല ടേസ്റ്റായിട്ട് കണ്ടാൽ തന്നെ. ഇത് നല്ല കരിഞ്ഞിട്ടാണ്. കണ്ടോ, നല്ല പുക വരുന്നുണ്ട്. ഇപ്പം തന്നെ തിന്നാൻ കൊതിയാവും. അങ്ങനെ ഞങ്ങൾ എല്ലാതും എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടേബിളിൽ പോകാൻ നേരത്ത് എൻ്റെ അനിയൻ വിളിച്ചു. അപ്പോൾ ഞാൻ നോക്കി. പിന്നെ ഞങ്ങൾ ടേബിളിൽ പോയി അത് കുത്തി. ഇത് കുത്താൻ നല്ല രസമാണ്. എൻ്റെ അനിയനും അതേപോലെ അവിടെ നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ കുത്തി പൊളിച്ചു. നല്ല കരിയത്. എൻ്റെ അനിയന് കണ്ടോ, പൈസ ആയിട്ടാണ് കളിക്കുന്നത്, ലൈറ്ററായിട്ടാണ് കളിക്കുന്നത്. ഞാൻ കശുവണ്ടി പൊളിച്ചു. കണ്ടോ, നല്ല മണമായിരുന്നു. നല്ല ടേസ്റ്റായി തിന്നാൻ. ഇതിൻ്റെ തൊലി തിന്നാൻ കയ്പ്പാണ്. ഞാനിത് പൊളിച്ചു. ഞാനൊന്ന് തിന്നു. എൻ്റെ അച്ഛനും ഒന്ന് കൊടുത്തു. എൻ്റെ അനിയനും 2 കൊടുത്തു. അവരെല്ലാവരും നല്ലോണം തിന്നു. ഇത് മുറിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നല്ല കറയാണ്. കണ്ടോ, എൻ്റെ അച്ഛൻ തിന്നിട്ട് അഭിപ്രായം പറഞ്ഞു നേരത്തെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാ കശുവണ്ടിയും ഓരോന്നായി മുറിച്ചിട്ടു. അങ്ങനെ എൻ്റെ അനിയൻ അത് കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അനിയന് കൊതി വന്നു അത് തിന്നാൻ. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ അനിയനൊന്ന് കൊടുത്തു. പിന്നെ അനിയൻ പതുക്കെ എൻ്റെ അടുത്തോട്ട് വന്നു. പിന്നെയും ഞാൻ അതിൽ പകുതി മാത്രമേ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ ഇങ്ങനെ പൊട്ടിക്കാം. പിന്നെ ഇത് നല്ല കരിയുള്ളതാണ്. ഇത് പൊട്ടിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ കുട്ടിക്കാല കഥകളെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ മുറിച്ച് എല്ലാതും പൊളിച്ചു. കണ്ടോ, നല്ല രസമായത് കാണാൻ. അങ്ങനെ വീണ്ടും ഇത് തിന്നാനും നല്ല രസമാണ്. ഞാൻ അവസാനത്തെ 10 മുറിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ നല്ല കരിയാണ്. എൻ്റെ കൈ നിറയെ കരിയായി. പക്ഷെ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കഥ കേട്ടപ്പോൾ അതൊന്നും ബോറടിച്ചില്ല. എൻ്റെ അനിയൻ എന്നെ അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കിയില്ല. കണ്ടോ, കശുവണ്ടി ചിലതൊക്കെ കരിഞ്ഞു പോയി. പക്ഷെ ചിലതൊക്കെ നല്ല രസമാണ്. ചിലതൊക്കെ ഫുള്ള് കിട്ടി. പക്ഷെ ചിലത് മുറിഞ്ഞു പോയി. ഒന്ന് വേണോ നിങ്ങൾക്ക്? നല്ല രസമായി തിന്നാൻ. എനിക്ക് എൻ്റെ അമ്മമ്മ കൊണ്ടു തന്നതാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ അനിയൻ എൻ്റെ ബാക്കിൽ വന്ന് ഞാൻ കശുവണ്ടി കുത്തുന്നത് പോലെ തന്നെ ടേബിളിൽ കുറേ കുത്തി. അതിനുശേഷം ഞങ്ങളതെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി മുറിച്ചു. എൻ്റെ അനിയൻ അവിടെ തൊട്ടടുത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവന് ഒന്ന് കൊടുത്തു. പക്ഷെ ഇപ്പോൾ എന്താണെന്നറിയില്ല, അവനക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും കൊടുത്തു. കണ്ടോ, എൻ്റെ അച്ഛനാണിത്. എൻ്റെ അനിയന് വീണ്ടും തിന്നു. നല്ല ടേസ്റ്റായിരുന്നു. കണ്ടോ, ഞാൻ തിന്നണത്. ചിലതൊക്കെ കരിഞ്ഞു പോയതുകൊണ്ട് എന്നാലും ടേസ്റ്റാണ് തിന്നാൻ. ഞാനൊരു 30 എണ്ണീച്ച് ചുറ്റടാണ്. ഒരു 20 കിട്ടും. ബാക്കിയുള്ളതൊക്കെ കരിഞ്ഞു പോയിണ്ടാവും, അല്ലെങ്കിൽ കേടൊന്നു പോയിണ്ടാവും. അപ്പോൾ അമ്മമ്മ ചോദിച്ചു, എനിക്ക് ഇനി ഒന്നും കൂടി തരുമോടാ? അപ്പോൾ ഞാൻ കൊടുത്തു. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കഥകൾക്കിടയിൽ ഞാൻ കുറേ എണ്ണം എടുത്തു തിന്നു.
അങ്ങനെ സന്തോഷത്തോടെ ഇന്നത്തെ വൈകുന്നേരം അവസാനിച്ചു.